ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. തണ്ടറേൻ്റെ ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. ഓക്കെ, ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. താങ്ക് യു. ഞാനും എൻ്റെ സായിക്കുട്ടിയും ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്ന സായിക്കുട്ടിയെ വീട്ടിൽ. അപ്പോൾ ഞാൻ കുറേ കാലമായി വീട്ടിൽ വന്നിട്ട് ഒരു വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് വന്ന വിശേഷങ്ങളാണ്. നമ്മൾ മാത്രമാണോ ഉള്ളത്? അല്ല, ആരാണുള്ളത്? അപ്പം ജീജു നമ്മളെ കൂടെ ഇന്നുമോളും ഉണ്ട് കേട്ടോ. ഇന്നുമോള് ഉറങ്ങി കണ്ടിട്ട് വരുന്നുള്ളൂ. ഓള് വരുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാം അല്ലേ. എൻ്റെ ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് ആരും ചോദിക്കരുത് കേട്ടോ. ഇത് ഞാൻ മാക്സിൽ നിന്ന് എടുത്ത ഒരു കോഡ് സെറ്റ് പോലത്തെ ഒരു ഡ്രസ്സാണ്. അതിന് ഷോള് സെപ്പറേറ്റഡ് ആണ്. ഇത് നമ്മൾ രാജസ്ഥാനിലേക്ക് ട്രിപ്പ് പോയിരുന്നില്ലേ, ആ സമയത്ത് രാജസ്ഥാൻ മരുഭൂമി കാണുമ്പോൾ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സാണ്. അത് ശരിക്കും നല്ല കോട്ടനാണ്, നല്ല ലൂസായി കാരണം കൊണ്ട് നല്ല കാറ്റും കയറും. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് എടുത്ത സമയത്ത് തന്നെ വിചാരിച്ചിരുന്നു, ഓക്കെ മരുഭൂമി കാണാൻ പോകുന്ന ദിവസം ഈ ഡ്രസ്സ് ഇടണം എന്നുള്ളത്. ഇത് പക്ഷേ നിങ്ങൾ ആരും ഞാൻ രാജസ്ഥാനിലേക്ക് പോയിട്ട് ഉള്ള എൻ്റെ മരുഭൂമിക്ക് ഞാൻ ആ കാഴ്ചകൾ കാണാൻ പോയ വീഡിയോ ഒന്നും അങ്ങനെ ആരും കണ്ടിട്ടില്ല. 15K സംതിങ് അങ്ങനെ എന്തോ ഒരു വ്യൂസ് ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് ആ വീഡിയോ കണ്ടുപോയും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നുണ്ടോ ആ വീഡിയോ. അത് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടാന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ആ വീഡിയോ ഞാനിടയ്ക്കൊന്ന് കാണാറുണ്ട്. അത് ചിലപ്പോൾ ഞാൻ ട്രിപ്പ് പോയ കാരണം കൊണ്ടായിരിക്കും അല്ലേ. എങ്ങനെ എന്താണെങ്കിലും ഇപ്പോൾ നമുക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടോ. രാവിലെ തന്നെ വാപ്പി ഇമ്മി കിച്ചണിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അല്ല, ആസ് യൂഷ്വൽ നമ്മൾ വീട്ടിൽ വരുമ്പോൾ മിക്കവാറും നമുക്കും പുട്ടാണ് ഇഷ്ടം. വാപ്പാക്കും അമ്മക്കും ഉണ്ടാക്കാനും ഇഷ്ടം പുട്ടാണ്. അപ്പോൾ നമുക്ക് എന്നാൽ കുറച്ച് പുട്ടടിച്ചിട്ട് വരാം. ഇതാണ് എൻ്റെ അമ്മച്ചിൻ്റെ പുട്ടുകുറ്റി. ഒരേ സമയം തന്നെ അമ്മച്ചി 5 പറ്റപ്പോൾ അമ്മച്ചി 4 കുറ്റിയുള്ള പുട്ടുകുടം വാങ്ങിച്ചു. 4 ഓക്കെ, ആ ഓർമ്മക്കാണോ? അപ്പം നെവിലോട്ട് ഓർമ്മക്ക് ഇനിയിപ്പോൾ 5ാമത്തെ കുറ്റി വേറെ വാങ്ങിക്കേണ്ടി വരുമോ? അങ്ങനെ ഗൈസ്, ഇന്നുമോളെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇന്നുമോൾ. ഞാൻ അപ്പോഴാണ് ഇത് റാഗി പുട്ടാണല്ലോ അമ്മ. എൻ്റെ സായിക്കുട്ടി ചോക്ലേറ്റ് പുട്ട് എന്നാ പറയാ. ഐ തിങ്ക് ഇത് റാഗിപ്പൊടിയും അരിപ്പൊടിയും മിക്സ് ആക്കിയ പുട്ടാണെന്ന് തോന്നുന്നു. അല്ല, ഓക്കെ. അപ്പോൾ നല്ല പുട്ട് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് എന്താ കാലുണ്ട്, എന്താ കാലിങ്ങനെ ആയിട്ട് വരുന്നത്? അസൂട്ടിന്റെ ജിമ്മിൽ ചേർത്തിക്കാൻ തരട്ടോ. അസൂട്ടിന്റെ ചേർന്നേർക്കുക. ആരും ചേർത്തിയതൊന്നല്ലേ, ഓൻ്റെ ഒരു ഉഷാറ് കാരണം കൊണ്ട്. ഇന്ന് ലെഗ് ഡേ ആണ് തോന്നുന്നു. കണ്ടോ, ചെക്കൻ്റെ ലെഗും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞാനെന്താ പഠിച്ചോനെ ജിമ്മിക്കൊന്ന് ചേരുക. പുട്ട് തട്ടെ. ആദ്യം ജിമ്മിക്ക് പോലെ സാധനം ഉണ്ടാക്കട്ടെ. തടി ഉണ്ടാക്കിയല്ലേ ജിമ്മിക്ക് നമുക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. നല്ല രസമല്ലേ പുട്ടുമ്മ? നന്നായിട്ടുണ്ട്. നല്ലൊരു മധുരമുള്ള തേങ്ങയും ഒക്കെ നന്നായിട്ടുണ്ട്. നമ്മൾ വെറുതെ പുട്ടന്നെ കഴിച്ചാൽ മതി ഗൈസ്. അങ്ങനെ നിബിലൊട്ടി ഒരുങ്ങി വന്നിട്ടുണ്ട്. ഇന്നെന്താ പ്ലാൻ? ഇത് നിന്റെ തലയിൽ കുത്തുന്ന പുതിയ ഹെയർ പിൻ. കുറെ കാലത്തിന് ശേഷം മേമാന്റെ കൂടെ ഡാൻസ് കളിക്കാൻ പോകുന്നതിന്റെ ത്രില്ലിലാണോ നീ? ഇപ്പൊ ശരിയാക്കി തരാം എക്സൈറ്റ്മെന്റ്. അങ്ങനെ ഡാൻസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. നട്ടപ്ര വെയിലത്ത് അസി പറയണ പോലെ. ഓക്കെ. ഇനിയോ പണ്ട് നിന്നെ ഭരതനാട്യം കളിക്കാനൊക്കെ ഞാൻ കൊണ്ടുപോയിരുന്നു. അതൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു നിനക്ക്. അതൊന്നും ഓർമ്മിപ്പിക്കൽ എന്റെ പൊന്നോ, അതല്ലേ. വാപ്പ എന്തെങ്കിലും ലേസ്. അയ്യോ, വാപ്പ മുരിങ്ങക്കോലിട്ട് നമ്മുടെ വീട്ടിലെ മുരിങ്ങക്കോല. ഓക്കെ, വായി ചെങ്ങായേ. അതെ, ഇതാണ് ഇവരെ ക്യാമറമാനോൻ. ഇതാണ് പോരെ കുട്ടി, ജൽദി. ഇതാണ് ക്യാമറ ഫോൺ. ഇറക്കട്ടെ. ആരാന്റെ വീട് കുത്തി തുറന്നിട്ട് കേറാനുള്ള ഉത്സാഹം നോക്കിയൊക്കെ മേമാൻ്റെ കുട്ടിൻ്റെ. നിങ്ങൾ മറന്നോ എങ്ങനെ തുറക്കാന്ന്? എങ്ങനെ ഡാൻസ് കളിച്ചിട്ട് കുറെ കാലമായില്ലേ, അതിനൊരു മറവി ഉണ്ടാവും. എള്ളേ
എല്ലാം ഉണങ്ങണത് എണ്ണക്കാണ് വിചാരിക്കുക. കുറിഞ്ചാത്തൻ കൂടെ ഉണങ്ങണത് എന്തിനാന്നൊക്കെ മനസ്സിലായില്ല. കുറിഞ്ചാത്തൊരു കൂടെ ഉണങ്ങട്ടെ. ഈ വീടിൻ്റെ ആംബിയൻസ് ഉണ്ടോ, നല്ല രസമുണ്ട്. ആ ഇവിടെ ഇവിടെ വെളിച്ചുണ്ട്. ആ ഇവിടെ നല്ല വെളിച്ചുണ്ട്. പക്ഷെ കാർ ഷെഡിൽ കളിക്കാൻ പറ്റില്ലല്ലോ, നല്ല വെളിച്ചുണ്ട്. നല്ല വെയിലാണ്, ഡാൻസ് ഒന്നുമില്ല. വെറുതെ നിന്ന കുറിഞ്ചാത്തനക്ക് അല്ലാത്തത്, ക്യാമറമാർക്ക് നമുക്കൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഞാൻ നാരങ്ങ വെള്ളം സപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓഹോ, നാരങ്ങ വെള്ളം നന്നായി വെള്ളം അമ്പടക്കോ വല്ലോ ഓട്ടക്കാരി കിട്ടുവോ? ആ അതെ, വെയിലായി കാരണം നടക്കാൻ പ്രയാസം. നാരങ്ങ ഒഴിച്ചല്ലോ നീക്ക് തന്നെ നടക്കും. ഓക്കെ, ഡാൻസ് എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് ഫുഡ് കഴിക്കാൻ നേരമായിട്ടുണ്ട്. അപ്പം ഇനി ഒന്നും നോക്കണ്ട, ഫുഡ് കഴിക്കാം. അങ്ങനെ കുറേ കാലത്തിന് ശേഷമേ ഞാൻ കുക്ക് ചെയ്യാത്ത ഒരു ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റി കേട്ടോ. അതായത് നമ്മൾ വീട്ടിൽ ഞാൻ തന്നെ കുക്ക് ചെയ്യുന്നു, ഞാൻ തന്നെ കഴിക്കുന്നു, അങ്ങനെയാണല്ലോ. ഇന്നുമോളുടെ സമയത്ത് ഇന്നുമോൾ കുക്ക് ചെയ്ത ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയിരുന്നു. ഞാൻ തന്നെ കുക്ക് ചെയ്ത ഫുഡ് കഴിച്ചിട്ട്, ഞാൻ കുക്ക് ചെയ്ത ഫുഡ് മോശമായിട്ടല്ല കേട്ടോ, പക്ഷേ എനിക്ക് വേറെ ആരെങ്കിലുമൊക്കെ കുക്ക് ചെയ്തത് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് ഒരു വാഴപ്പഴം കഴിച്ചിട്ടുണ്ട്. കിച്ചൺ വിട്ട് പോവാം. ഞങ്ങൾ ചോറിനൊക്കെ കഴിഞ്ഞിട്ടേ ഒന്ന് ഉറങ്ങി നീട്ടതായിരുന്നു കേട്ടോ. എവിടെ നോക്കി മാംഗോ ഐസ്ക്രീം അപ്പം ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല? ഓ ഏതാപ്പോ കഴിക്കല്. ഞാനൊന്നേ ഉറങ്ങി നീറ്റ് വന്നപ്പോൾ ഒന്ന് നെബിലുട്ടർ ലോകത്തേക്ക് ഒന്ന് വന്നതായിരുന്നു. കുറച്ച് സൺസ്ക്രീന് കുറച്ച് അടിക്കാനുണ്ടായിരുന്നു, അതിന് വേണ്ടി വന്നതായിരുന്നു. എന്തായാലും സൺസ്ക്രീൻ അടിയൊക്കെ കഴിഞ്ഞു. താഴെ ജാസ്തി കുട്ടി വന്നിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. ജാസ്തി കുട്ടി കാണാൻ പോട്ടെ താഴത്തേക്ക്. വൈകുന്നേരമായി നമ്മൾ വന്നപ്പോൾ എൻ്റെ ഡാഡിയും മമ്മിയും നല്ല പപ്പായ വെട്ടി വെച്ചിട്ടുണ്ട്. അല്ല എന്തെങ്കിലും വളരെ പരിപാടി? സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. സ്വന്തമായിട്ട് ഇതാണോ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണത്? ഏതാ പല ക്രിയേഷൻ? ബട്ടറും ചീസും. നബിരാമ കണ്ട എന്റെ ക്രിയേഷൻ. നബിരാമ ഭാഗം ചോദിക്കും. സാൻഡ്വിച്ച് ബട്ടറും ചീസും. എന്താണ് ഈ കോരി ഉണ്ടാക്കണത്? ബട്ടറുകളാണ്, ആമ്പുലിന്റെ ബട്ടറൊക്കെയാണ് വെച്ചിട്ടുള്ളത്. സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് ഒട്ടും മറക്കാൻ പാടില്ല. ഒരു സ്ലൈസ് കൂടി വെച്ചു കൊടുത്തത് വേണ്ട, ഒരു സ്ലൈസ് മതി. നമുക്ക് ഈ ഒരു സാധനം മാത്രം നമുക്കൊരു കുറവുണ്ട്, നമുക്കൊന്ന് വാങ്ങിക്കണം. എന്താ സാൻകുട്ടിയെ കുറച്ചുവരെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞ് മണത്തറിഞ്ഞ് ആരൊക്കെയോ ഓടിയെത്തിയിട്ടുണ്ട്. അസൂട്ടൻ വരെ ഓടിയെത്തി. ആ അത് വേണ്ട കാര്യം എന്താ പറഞ്ഞപ്പോ അസൂട്ടൻ പിൻവാങ്ങി. അത് കേട്ടപ്പോ ഇസൂട്ടൻ പിൻവാങ്ങിയോ? പക്ഷെ സായിക്കുട്ടി പിൻവാങ്ങും തോന്നിയില്ല. ഓ ഇന്നുമോള് അമ്മ കുട്ടിക്ക് ബ്രെഡ് മുറിച്ച് കൊടുക്കുകയാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. സ്വന്തം താത്ത സാൻഡ്വിച്ച് കൊടുക്കൂല മികച്ചും പറഞ്ഞു. അതെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇവിടുത്തെ ചീസ് എവിടെ നിന്നൊക്കെ കണ്ടിരിക്കണ്? ഏതപ്പോ ആള്? ഓഹോ അതാണോന്നോ? അങ്ങനെ സാൻഡ്വിച്ചിന്റെ സായിക്കുട്ടി ഒറ്റക്ക് ഉണ്ടാക്കി താത്ത കൊടുത്തില്ലെങ്കിൽ എന്താ? ആരുടെയും സഹായം ഇല്ലാതെ എൻ്റെ കുട്ടി സാൻഡ്വിച്ച് ഉണ്ടാക്കി. സ്വന്തം താത്ത നോക്കി നിൽക്കുന്ന കണ്ടോ കുട്ടിക്ക് സാൻഡ്വിച്ച് കൊടുക്കേണ്ട നാളല്ലേ. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ജാസ്മിൻ കുട്ടിയും വന്നിട്ട് ജോയിൻ ചെയ്തു കേട്ടോ.
ആളിപ്പോൾ പുതിയ ചാനലൊക്കെ തുടങ്ങിയ കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആളിപ്പോൾ ഭയങ്കര എന്താ ബിസി ലൈഫാണ് ആൾക്ക്. ഇപ്പോൾ ആൾ വീഡിയോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യണു, അങ്ങനെ ആൾ കുറേ ബിസിയാണ്. ഇപ്പോൾ കുറേ കാലമായി നമ്മളൊക്കെ അവളെ നിർബന്ധിക്കുന്നു. നിങ്ങൾ പ്രേക്ഷകരും അവളെ കുറേ കാലമായിട്ട് നിർബന്ധിക്കാൻ തുടങ്ങിയത് ചാനൽ തുടങ്ങിക്കൂടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളെല്ലാവരുടെയും നിർബന്ധപ്രകാരം ആൾ ഇപ്പോൾ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ? ആ ഒരു സന്തോഷത്തിലാണ് ആൾ കേട്ടോ. ഇന്ന് നമ്മളെല്ലാവരുടെ കാരണം കൊണ്ട് പാപ്പ ചായക്ക് കഴിക്കാൻ വേണ്ടി കുറേ സ്നാക്സ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കും നിബിലിറ്റിക്കൊക്കെ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. ഇന്നുമോൾക്കാണെങ്കിലും മുട്ട ബജിയും, അങ്ങനെ എല്ലാവരും ഇഷ്ടത്തിനുള്ള സ്നാക്സും ഉണ്ട്. അത് പഴംപൊരി ഇല്ലാന്ന് കഴിക്കാൻ പറ്റില്ല. ഓയിലി അമ്മേ ഹെൽത്തി കുട്ടാ. ഇസുട്ടാ ചായ കുടിക്കാലോ നീ ഒന്ന് പോരെ. ഇവന് വളർന്നു വരുന്ന റൊണാൾഡോ ആണോ? ബജി സമൂസ. ഈ ഒരു പാത്രം എടുത്തിട്ട് എല്ലാതും അടക്കം സെറ്റാക്കിക്കാ. എല്ലാം സെറ്റാണ് കായ്. എനിക്ക് ആദ്യം തന്നെ പഴംപൊരിന്റെ അടുത്തേക്ക്. പഴംപൊരി ചെലവാകുമെന്ന് പേടിച്ചിട്ട് വീട്ടിൽ പെട്ടെന്ന് തന്നെ പഴംപൊരി എടുത്തു. നല്ല തണുക്ക് പാപ്പല്ല ബ്രെഡ് ബജി അല്ല മുട്ട ബജി ഉണ്ടായിരുന്നല്ലോ. ഏട്ടന്റെ അനിയന്റെ ഒരു ഫുട്ബോൾ കളി. ഞങ്ങള് ഫുട്ബോൾ കേട്ടാലും മരിക്കൂല മുത്തേ. രക്തത്തിൽ അലിഞ്ഞതാണ് ഈ ഫുട്ബോളില്. രക്തം തന്നെ. എന്താ അക്രമ വാപ്പ കാണിക്കുന്നത്? അതൊരു കുഞ്ഞു മരല്ല വാപ്പ. എന്റെ റബ്ബേ, ഒരു കൊമ്പും മേലോക്കാ. ഓ ഗോഡ്. ഓ പൊന്നെ. ഞാൻ വരില്ല. അതൊക്കെ ഞാൻ വരില്ല. ഉണ്ടാവോ അപ്പ? ഞാനിപ്പോൾ എൻ്റെ വീട്ടിലിങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനൊരു കാര്യം എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് എന്നെ നേരിട്ട് കാണുന്ന പല കൂട്ടുകാരും അതല്ല കമൻറ്റിൽ കൂടിയും ഇൻസ്റ്റയിൽ കൂടിയും ഒക്കെ പല കൂട്ടുകാരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്നൂടെ എന്നുള്ളത്. ശരിയാണ്, എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നാൽ മതി. പക്ഷേ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഇന്നേ വരെ ആരും ഡിവോഴ്സ് ചെയ്തിട്ടില്ല. പേരക്കുട്ടികളിൽ ഞാൻ ഡിവോഴ്സ്ഡ് അല്ല, സെപ്പറേറ്റഡ് ആണ്. പക്ഷേ ആരും ഡിവോഴ്സ് ചെയ്യാത്ത കാരണം കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം എൻ്റെ ഉമ്മാനത്തും വാപ്പാനത്തും പറയുമ്പോഴൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ പറയാം. ഇന്നുമോളെ പോലെ ഒരു വലിയൊരു കുട്ടിയുള്ള ഒരു ഉമ്മാനോട് അതല്ലാതെ പറയാൻ എൻ്റെ പാരൻസിനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എൻ്റെ ഈ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ കടന്നപ്പോൾ എനിക്കത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണ് ഞാനൊരു അപ്പാർട്ട്മെൻറ്റ് എടുക്കാം, അതിലേക്ക് മാറി താമസിക്കുക എന്നുള്ളത്. ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റ് എടുത്ത് ഇവിടുത്തെ അഡ്വാൻസ് കൊടുത്ത് ഇങ്ങോട്ട് മാറി താമസിക്കുന്ന അന്നാണ് എൻ്റെ ഉമ്മാണ്ടും വാപ്പാടും ഞാൻ പറഞ്ഞത് ഞാനിതാ ഇങ്ങനെ പോവുകയാണെന്നുള്ളത്. അപ്പോൾ അവർക്കും ഒന്നിലും ഇടപെടാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. എൻ്റെ അവസ്ഥ അത്രയും മോശമായിരുന്നു, എനിക്ക് മാറി താമസിക്കണമായിരുന്നു. അതാണ് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള കാര്യം. എൻ്റെ വീട്ടുകാരോട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടല്ല ഞാൻ മാറി താമസിച്ചത്. എൻ്റെ ഒറ്റയ്ക്കുള്ള തീരുമാനമായിരുന്നു. എൻ്റെ അടുത്ത് പല കൂട്ടുകാരും പറയാറുണ്ട് നിങ്ങളെ ശക്തി എന്ന് പറഞ്ഞത് നിങ്ങളെ വീട്ടുകാരാണ് എന്നുള്ളത്. ശരിക്കും ഞാൻ ഇങ്ങോട്ട് അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി താമസിച്ചത് എൻ്റെ ഒരാളുടെ ശക്തി കൊണ്ട് മാത്രമാണ്. ഇന്നേവരെ ഞാനിത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നമ്മളൊരു കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേറൊരാൾക്ക് തീരുമാനം എടുക്കാൻ അവർക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ ജീവിതത്തിന് തീരുമാനം എടുക്കാൻ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവില്ല. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, ഒറ്റയ്ക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ നമ്മൾ തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചൊരു കാര്യം കേട്ടോ. ഇനി ഒരു വീട് ഞാൻ മാറി താമസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വീട്ടിലേക്കായിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുന്നുണ്ട്. നിങ്ങളെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.